ഐക്യം, അത് അംഗീകരിക്കുന്നവർ, ആശയപരമായ കൂട്ടായ്മ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആശയം, അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹ് മുസ്ലിമിന്റെ 1-ാം വാല്യം 53-ാം പേജിൽ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു എടുത്തു ധരിച്ചതായി നമുക്ക് കാണാം. ഇമാം നബവി റഹ്മത്തുള്ളാഹി തങ്ങൾ കൊടുത്ത ബാബു ബയാനി അന്നൽ ഇസ്നാദ മിനദ്ദീൻ, ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിന്റെ ഭാഗമാണ് സനദുകൾ. അസ്നാദ് എന്നും ഇസ്നാദ് എന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ചെന്നെത്തുന്ന പരമ്പര, അത് ദീനിന്റെ ഒരു ഭാഗമാണ്. ബുഖാരി മുസ്ലിം എന്ന് നമ്മൾ പറയുന്ന സഹീഹ് മുസ്ലിമിലെ ഒരധ്യായം, അതിൽ മഹാനവറുകൾ എടുത്തു ധരിക്കുന്നത് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ, ദീനിന്റെ ഭാഗമാണ് ഈ പരമ്പര, പാരമ്പര്യമായി ലഭിക്കുക എന്ന്. വലൗലൽ ഇസ്നാദു, അങ്ങനെ പാരമ്പര്യമായി ലഭിക്കുക എന്നത് ഇല്ലായിരുന്നു എങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഓരോരുത്തരും ഇഷ്ടം പോലെ പറയും. കാരണം അതിന് മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുൻഗാമികളുടെ വാചകത്തിൽ തെളിവുണ്ടോ? അത് നമുക്ക് പരമ്പരാഗതമായി കിട്ടിയതാണോ എന്ന് നോക്കാതെ ഏത് മനുഷ്യരും നാം കൊണ്ട് എന്തും പറയാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ഖുർആനോ ഹദീസോ ഉദ്ധരിച്ച് പറഞ്ഞാൽ അത് ഇസ്ലാമാവൂല. ഇസ്ലാം അത് പാരമ്പര്യമായി ലഭിച്ചത് തന്നെയാകണം. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം എന്ന് നമ്മൾ പറയുന്ന സഹീഹ് മുസ്ലിമിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ മഹാനവറുകൾ കൊടുക്കുന്ന മഹാന്മാരായ താബിഈകളുടെയും സഹാബത്തിന്റെയും വാചകങ്ങൾ ഉദ്ധരിക്കുന്ന സ്ഥലത്ത് എടുത്തു പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വചനം മുസ്ലിമീങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കണം. കക്ഷികൾ